ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഗൾഫിൽ നടക്കുന്ന ഒരു യുദ്ധം ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുമോ? തീർച്ചയായും മുട്ടിക്കുമെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായ JP മോർഗൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. 2027 ആകുമ്പോഴേക്കും ലോകം സമാനതകളില്ലാത്ത ഒരു ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്നത് ഇന്ത്യയും ബ്രസീലും ഇന്തോനേഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരിക്കുമെന്നുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭക്ഷ്യക്ഷാമമല്ല ലോകത്തെ കാത്തിരിക്കുന്നത്, മറിച്ച് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ചേർന്ന് സൃഷ്ടിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഉണ്ടാകാൻ പോകുന്ന വളത്തിന്റെ ക്ഷാമമാണ്. ആഗോളതലത്തിൽ യൂറിയ കയറ്റുമതിയുടെ 42%, അമോണിയയുടെ 27% വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങളും പ്രകൃതിവാതക വിലക്കയറ്റവും ആഗോള സപ്ലൈ ചെയിനിനെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഈ യുദ്ധം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്കും അത് വളക്ഷാമത്തിനും തുടർന്ന് കാർഷിക ചെലവ് വർദ്ധിക്കാനും ഒക്കെ കാരണമാകും. തകർന്ന ഈ വിതരണ ശൃംഖല പഴയപടിയാക്കാൻ 1 മുതൽ 4 വർഷം വരെ സമയമെടുത്തേക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനൊപ്പമാണ് എൽ നിനോ പോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വില്ലനായി വരുന്നത്. ഇത് വലിയ തോതിലുള്ള വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനുമെല്ലാം കാരണമാകും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 2027 ആദ്യ പകുതിയോടെ ആഗോള പണപ്പെരുപ്പം 5% കുതിച്ചുയരുമെന്നാണ് JP മോർഗന്റെ കണക്കുകൂട്ടൽ. അതായത് വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാർക്ക് തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും ഭക്ഷണത്തിനായി മാത്രം മാറ്റിവെക്കേണ്ട ഗതികേടുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയിൽ മഴയെ ആശ്രയിക്കുന്ന നെല്ല്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകളുടെ ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കും. കേവലം ധാന്യങ്ങൾ ഉറപ്പാക്കുക എന്നത് മാത്രമല്ല ഇന്ത്യയുടെ മുന്നിലുള്ള പ്രശ്നം. ആഗോള വിപണിയിൽ വളത്തിന്റെയും ഊർജ്ജത്തിന്റെയും വില വലിയ തോതിൽ ചാഞ്ചാടുമ്പോൾ നമ്മുടെ കർഷകർക്ക് താങ്ങാനാവുന്ന ചെലവിൽ ഉൽപ്പാദനം നിലനിർത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും. കാർഷിക ഉൽപ്പാദനം കുറഞ്ഞാൽ സ്വാഭാവികമായും രാജ്യത്ത് വൻ വിലക്കയറ്റം ഉണ്ടാകും. ലോകം സാമ്പത്തികമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ലോകത്തെ നയിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടുള്ള മരണത്തിലേക്കായിരിക്കില്ല, മറിച്ച് കൊടിയ പട്ടിണിയിലേക്കായിരിക്കും. വരാനിരിക്കുന്ന ഈ ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി തുടങ്ങേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ സിസ്റ്റം